റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കാരണവർ കേസ് പ്രതി ഷെറിന്റെ ജയിൽ മോചനത്തിൽ തീരുമാനമെടുക്കാതെ രാജ്ഭവൻ. സർക്കാർ രാജ്ഭവനിലെത്തിച്ച ഫയലിൽ ഗവർണർ ഒപ്പിട്ടിട്ടില്ല. സർക്കാരിനോട് വിശദീകരണം ചോദിക്കാനാണ് ഗവർണറുടെ തീരുമാനം. നിയമോപദേശം തേടി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷമേ മോചന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കൂ. ജനുവരി 28-നാണ് ഷെറിനെ മോചിപ്പിക്കണമെന്ന ശുപാർശ മന്ത്രിസഭ അംഗീകരിച്ചത്. ശിക്ഷ ഇളവിനെതിരെ രമേശ് ചെന്നിത്തല ഗവർണർക്ക് പരാതി നൽകിയ പശ്ചാത്തലത്തിലാണ് ഈ നടപടി. റഹീസ് റഷീദ് ചേരുന്നു. റഹീസ് റഷീദ്, അത്ര എളുപ്പം ഷെറിന് പുറത്തിറങ്ങാൻ കഴിയില്ലെന്ന് തോന്നുന്നു അല്ലേ? ഇതിനകം നിരവധി ആരോപണങ്ങൾ വന്നിരുന്നു. സംസ്ഥാന മന്ത്രിസഭയിൽ ഒരു മന്ത്രിയുമായിട്ടുള്ള ബന്ധം, ജയിൽ DG-യുമായിട്ടുള്ള ബന്ധം, ഇതൊക്കെ പുറത്തു വന്നതിന് പിന്നാലെ രമേശ് ചെന്നിത്തല നൽകിയ പരാതിയിന്മേലാണോ ഇപ്പോൾ ഗവർണർക്ക് ഒരു സംശയമുണ്ടായിരിക്കുന്നത്? സർക്കാരിനോട് വിശദീകരണം ചോദിക്കുമോ റഹീസ് റഷീദ് ഗവർണർ? രാജ്ഭവനിലേക്ക് രമേശ് ചെന്നിത്തല നൽകിയ പരാതിയുണ്ട്. ഒപ്പം ചില മാധ്യമ വാർത്തകളും ചില റിപ്പോർട്ടുകളും രാജ്ഭവനിൽ കിട്ടിയിട്ടുമുണ്ട്. അതായത് നല്ല നടപ്പ് പറഞ്ഞിട്ടാണ് ഷെറിന്റെ ജയിൽ മോചനത്തിൽ ജയിൽ ഉപദേശക സമിതി തീരുമാനമെടുക്കുന്നതും പിന്നെ മന്ത്രിസഭ അത് അംഗീകരിക്കുന്നതും. പക്ഷേ ഷെറിന്റെ ട്രാക്ക് റെക്കോർഡ് നോക്കിയാൽ പലതവണ ജയിലിനകത്ത് വിവിധ തരങ്ങളായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ആളാണ്. ഈ ഒരു പശ്ചാത്തലം നിലവിൽ നിൽക്കുന്നുണ്ട്. ജനുവരി 28-ാണ് മന്ത്രിസഭ ഷെറിന്റെ ജയിൽ മോചനത്തിന് അനുമതി നൽകിയത്. പക്ഷേ ഫയൽ സാധാരണഗതിയിൽ മന്ത്രിസഭ വരുന്നൊരു ഫയൽ ഗവർണർ കാണേണ്ടതാണെങ്കിൽ സ്വാഭാവികമായും തൊട്ട് പിറ്റേ ദിവസമോ അതിനടുത്ത ദിവസമോ രാജ്ഭവനിലേക്ക് കൊടുക്കുകയാണ് രീതി. പക്ഷേ ഷെറിന്റെ ഫയൽ ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് രാജ്ഭവനിലേക്ക് നൽകിയത്. അതിന് പലതരത്തിലുള്ള കാരണങ്ങൾ പറയുന്നു. മുഖ്യമന്ത്രി ഫയൽ കാണേണ്ടതുണ്ട് എന്നതടക്കമുള്ള ന്യായങ്ങളാണ് സർക്കാർ അന്ന് പറഞ്ഞത്. പിന്നീട് ഫയൽ രാജ്ഭവനിൽ കിട്ടി. ഇതുവരെ ആ ഫയലിൽ മേൽ ഒരു തരത്തിലുള്ള നടപടികളും ഗവർണർ ആർലേക്കർ എടുത്തിട്ടില്ല എന്നാണ് രാജ്ഭവനിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. സാധാരണഗതിയിൽ ഫയൽ വന്നു കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ ആ ഫയലിൽ പോസിറ്റീവായ ഒരു ഇടപെടൽ ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടാകണം, അതല്ലെങ്കിൽ നെഗറ്റീവായ ഒരു ഇടപെടൽ ഉണ്ടാകണം. ഇത് രണ്ടും ഉണ്ടായിട്ടില്ല. ഇനി രാജ്ഭവൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ചാണെങ്കിൽ സർക്കാരിനോടൊരു വിശദീകരണം തേടും. ഏത് സാഹചര്യത്തിലാണ് ഷെറിന്റെ ജയിൽ മോചനത്തിന് മന്ത്രിസഭ അനുമതി നൽകിയത്? സമാന കുറ്റകൃത്യം ചെയ്ത ഇതിനേക്കാൾ കൂടുതൽ ജയിലിൽ കഴിയുന്ന ആളുകളുടെ കാര്യം പരിഗണനയ്ക്ക് വന്നിരുന്നോ? അങ്ങനെ പരിഗണനയ്ക്ക് വന്നാൽ അതിലെന്ത് നിലപാടാണ് സർക്കാർ എടുത്തത്? ഒപ്പം മന്ത്രിസഭ തീരുമാനിച്ച ഒരു ഫയൽ ഒരാഴ്ചയ്ക്ക് ശേഷം രാജ്ഭവനിലേക്ക് അയച്ചത് എന്തുകൊണ്ടാണ് എന്ന കാര്യത്തിൽ സർക്കാരിനോട് വിശദീകരണം തേടാനാണ് രാജ്ഭവൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിനുശേഷം സർക്കാരിന്റെ വിശദീകരണം കിട്ടിയതിനു ശേഷം സ്വന്തം നിലയിൽ രാജ്ഭവൻ ഒരു നിയമോപദേശം തേടും. അതിനും ശേഷമേ ആ ഫയലിന്മേൽ ഒരു തീരുമാനമെടുക്കൂ എന്നാണ് രാജ്ഭവനിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതായത് നേരത്തെ അരുൺ പറഞ്ഞതുപോലെ ജയിൽ മോചനം ഉടനെ ഉണ്ടാകില്ല എന്നതാണ് ഇതിന്റെ എല്ലാം ചുരുക്കം. പക്ഷേ അപ്പോഴും റഹീസ്, ആരിഫ് മുഹമ്മദ് ഖാൻ പോയതിനു ശേഷം ആർലേക്കർ വരുമ്പോൾ സംസ്ഥാന സർക്കാരും രാജ്ഭവനും തമ്മിൽ ഒരു നല്ല ബന്ധമാണ് ഇപ്പോഴുള്ളത്. ഈ ഷെറിൻ വിഷയത്തിൽ മന്ത്രിസഭ എടുത്തൊരു തീരുമാനത്തെ കുറിച്ച് വിശദീകരണം ചോദിക്കുക വഴി ആ ബന്ധം ഉലയാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? സർക്കാരിനെ സംബന്ധിച്ച് ഇപ്പോൾ ഏതെങ്കിലും സർവകലാശാല ബില്ല് അല്ലെങ്കിൽ VC-മാരുടെ നിയമനം അടക്കമുള്ള വിഷയത്തിൽ രാജ്ഭവനിലേക്ക് പോയിട്ട് അവിടെ ഡിലേ ആകുമ്പോൾ സർക്കാരിന് പ്രഷർ ചെലുത്താറുണ്ട് രാജ്ഭവനിൽ. പക്ഷേ ഇക്കാര്യത്തിൽ നമ്മൾ സർക്കാരുമായി ബന്ധപ്പെട്ട ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട ആളുകളോട് സംസാരിക്കുമ്പോഴും അവർക്കും ഇതിനകത്ത് ഗവർണർ എന്ത് നിലപാടെടുത്താലും അതൊരു പ്രശ്നമില്ല. ഒരു നടപടിക്രമങ്ങൾ കണ്ണൂർ ജയിലിലെ ജയിൽ ഉപദേശക സമിതിയുടെ ഒരു റിക്വസ്റ്റ് വന്നു, അതൊരു നടപടിക്രമമായി ക്യാബിനറ്റിൽ വന്നു, അത് അംഗീകരിച്ച് രാജ്ഭവനിലേക്ക് അയച്ചു. രാജ്ഭവൻ ഇത് റിജക്ട് ചെയ്യുകയാണെങ്കിൽ പോലും സർക്കാരിന് അത് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല എന്നതാണ് അവരുടെ നിലപാട്. അല്ലെങ്കിൽ ഇതിൽ ഗവർണറുടെ തീരുമാനം പെട്ടെന്ന് വേണം, വേഗത്തിൽ വേണം എന്ന ഒരു ആവശ്യം ഉന്നയിച്ച് സർക്കാരിൽ നിന്ന് ആരും രാജ്ഭവനെ സമീപിക്കേണ്ട എന്ന തീരുമാനവും എടുത്തിട്ടുണ്ട്. അതായത് സർക്കാർ ഇതിന്റെ പുറത്ത് രാജ്ഭവനുമായി ഏതെങ്കിലും തരത്തിലൊരു ഗുസ്തി പിടിക്കാൻ ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. രാജ്ഭവൻ മന്ത്രിസഭാ തീരുമാനം ഗവർണർ തള്ളിയാൽ പോലും അതിന്റെ പേരിൽ ഒരു പ്രശ്നത്തിന് പോവേണ്ട. കാരണം അത് സർക്കാരിന് താൽപര്യമുള്ള ഒരു വിഷയമല്ല. ചില ഇടപെടലുകൾ നടന്നു, നടപടിക്രമങ്ങളുടെ ഭാഗമായി ജയിൽ ഉപദേശക സമിതിയുടെ തീരുമാനം വന്നു, അത് അംഗീകരിക്കുക മാത്രമുള്ളൂ ചെയ്തത് എന്ന നിലപാടിലാണ് സർക്കാർ നിൽക്കുന്നത്. അതല്ലാതെ ഇത് വേഗത്തിലാക്കണം, ഒരു തീരുമാനമെടുക്കണം എന്നാവശ്യപ്പെട്ട് മറ്റ് കാര്യങ്ങൾക്ക് രാജ്ഭവനോട് സമീപിക്കുന്നത് പോലെ സമീപിക്കേണ്ട എന്ന തീരുമാനം ആഭ്യന്തര വകുപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. ചുരുക്കത്തിൽ ഈ അങ്ങനെയാണെങ്കിൽ ഇനി വീണ്ടും ഈ പറഞ്ഞത് ആരാണ് ഷെറിന്റെ ഈ വഴിവിട്ട പുറത്താകലിനു പിന്നിൽ അല്ലെങ്കിൽ വഴിവിട്ട ശിക്ഷാ ഇളവിന് പിന്നിലുള്ളത് തുടങ്ങിയ
വിഷയങ്ങൾ ഇനിയും ചർച്ച ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ടാവും. രമേശ് ചെന്നിത്തല കൊടുത്ത പരാതിയിൽ ഗവർണർ മന്ത്രിസഭയുടെ തീരുമാനത്തിനെതിരായൊരു തീരുമാനമെടുത്താൽ അതിൽ മന്ത്രിസഭ സമ്മർദ്ദം ചെലുത്തുന്നില്ലെങ്കിൽ ഷെറിൻ വീണ്ടും ജയിലിൽ തന്നെ തുടരുമല്ലേ? സ്വാഭാവികമായും ഷെറിന്റെ കേസിൽ അതിനുള്ള സാധ്യതയാണ് നമ്മൾ കൂടുതലായി കാണുന്നത്. കാരണം രാജ്ഭവനിൽ മുൻ പ്രതിപക്ഷ നേതാവ് റിട്ടേൺ ആയി കൊടുത്ത ഒരു കംപ്ലൈന്റ് ഉള്ളപ്പോൾ അത് കൂടി വിശദമായി പഠിച്ചിട്ട് ഒരു തീരുമാനമെടുക്കുക എന്ന നിലപാടിലേക്ക് രാജ്ഭവൻ പോകുന്നു. ഒപ്പം രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച് അദ്ദേഹം നിരന്തരം രാജ്ഭവനുമായി ബന്ധപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഈ ഫയലിൽ പോസിറ്റീവായ ഒരു തീരുമാനം ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകരുത് എന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ശരി റഹീസ്, നമുക്ക് കൂടുതൽ വിവരങ്ങൾ വരുന്ന മണിക്കൂറുകളിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. നിർണായക നീക്കവുമായി രാജ്ഭവൻ ഷെറിന്റെ മോചനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മന്ത്രിസഭയുടെ തീരുമാനം ഒരുപക്ഷെ പുനഃപരിശോധിച്ചേക്കാം. ഗവർണർ മന്ത്രിസഭയോട് അല്ലെങ്കിൽ സർക്കാരിനോട് വിശദീകരണം തേടിയേക്കും.